We are going to London. Yeah, maybe. ഹായ്, ഇന്ന് 19th October ആണ്. നമ്മുടെ ഇന്നത്തെ രണ്ടാമത്തെ പ്രോഗ്രാം കഴിഞ്ഞു. സോ ഇതോടെ നമ്മുടെ ഇവിടുത്തെ കോൺസേർട്ട് കഴിഞ്ഞു. നമ്മൾ തിരിച്ചു പോകുമ്പോൾ ആശയിച്ച് നമുക്ക് ബെൻലിയിൽ കൊണ്ടുപോകാമെന്ന് പറഞ്ഞ ബെൻലി കാറ്. എപ്പോഴത്തെ കാറിവിടെ വന്നിട്ട് നല്ലൊരു എക്സ്പീരിയൻസ് ആട്ടോ, പുതിയൊരു എക്സ്പീരിയൻസ് ആണ്. ഒരു സംഭവം കാണിച്ചു തരാം. ഇങ്ങനെ കാറിങ്ങനെ തുറന്നു കഴിഞ്ഞാൽ അടിയിലിങ്ങനെ ബെൻലീൻ്റെ ചിഹ്നമൊക്കെ വരും. വേറെ നമുക്ക് കാറിൽ കയറാം. ഓക്കെ, അടിപൊളിയാണ് കാറിൻ്റെ ഉള്ളിലൊക്കെ. സൂപ്പറാണ്, ഒന്നും കാണാൻ പറ്റുന്നില്ല. ആണ് ഹാൻഡിൽ, ഹാൻഡിലിൻ്റെ ഭാഗം. പിള്ളേരും വൈബ്. ഇന്നലെ കഴിഞ്ഞു. ഇന്നത്തെ വ്ലോഗ് എടുക്കാൻ സമ്മതിക്കാത്ത കുറെ ഉണ്ട്. ഞാൻ ഈ കാണിച്ചുതരാം. ഒന്ന് അജയ്, വൈഷ്ണവ്, അക്ഷയ്. ഓക്കെ, ഞാൻ ഇതുവരെ വ്ലോഗ് എടുത്തിട്ട് ഇപ്പോഴാട്ടോ. ഓക്കെ, ഹലോ എന്നല്ല പിന്നെ എന്ത് പറയും അലംബായി. ഓക്കെ, അപ്പൊ ഇന്ന് 20th October ഇന്നലെ പ്രോഗ്രാം കഴിഞ്ഞു. ഇന്ന് നമ്മൾ ലണ്ടൻ പോവാണ്. ബാക്കി വിഷ്വൽസ് ഞാൻ വോയിസ് ഓവർ ചെയ്യാം, അല്ലെങ്കിൽ ഇവന്മാരെ സൗണ്ട് വരും. ബൈ ബൈ. ഡാൻസ് ബൈ ലിജു. We are going to London. ഹായ് ഓൾ. അപ്പോൾ ഇത് നമ്മുടെ 3ാമത്തെ വീഡിയോ ആണ് UK-ലത്തെ. ഈ വീഡിയോ എഡിറ്റ് ചെയ്യാൻ എനിക്ക് ഇരിക്കാനേ പറ്റിയിട്ടുണ്ടായിരുന്നില്ല, പ്രോഗ്രാംസും പ്രാക്ടീസ് കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട്. പിന്നെ എനിക്കിത് എഡിറ്റ് ചെയ്യാനിരിക്കാനൊരു സമയം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇപ്പോഴാണ് ഞാനിത് ചെയ്തിടുന്നത്. സോറി ഫോർ ദ ഡിലേ. ഇത് എൻ്റെ വീഡിയോ സ്ഥിരം കാണുന്നവരടുത്ത് റിയലി സോറി. അപ്പോൾ ഇന്ന് നമ്മൾ എന്തായാലും ലണ്ടൻ പോവാണ്. ലണ്ടൻ പോയിട്ട് ലണ്ടൻ ബ്രിഡ്ജ് കാണും, ലണ്ടൻ ഐ കാണും, ലണ്ടൻ ബെൽ. അപ്പോൾ ഇതൊക്കെ കാണും. ഫസ്റ്റ് നമ്മൾ പാർക്കിലേക്കാണ് പോണത്. അവിടുത്തെ ബക്കിംഗ്ഹാം പാലസിൻ്റെ അടുത്തുള്ള ഒരു പാർക്കിലേക്കാണ് നമ്മളിപ്പോൾ പോണത്. അടിപൊളി വ്യൂ ആയിരുന്നു കേട്ടോ. മൊത്തത്തിൽ ഒന്നും പറയാല്ല, ഭയങ്കര ഒരു വലിയൊരു സ്ഥലം. അങ്ങനെ കണ്ടു കഴിഞ്ഞാൽ വലിയൊരു പാർക്ക് പോലെ, ഒരുമാതിരി ജുറാസിക് പാർക്ക് പോലെ അങ്ങനെ വേണമെങ്കിൽ പറയാം. ബിക്കോസ് അത്രയും വലിയ മരങ്ങളും അവിടുത്തെ അണ്ണാനൊക്കെ നമ്മുടെ നാട്ടിലത്തേക്കാട്ടിൽ നല്ല വലുപ്പമുള്ള അണ്ണാനൊക്കെ. ഇത് ഞാൻ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അവിടുത്തെ പ്രാവൊക്കെ നല്ല വലുപ്പമാണ് എന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. മുന്നത്തെ വീഡിയോ, സെക്കൻഡ് വീഡിയോ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൽ കാണാം. അപ്പോൾ നമ്മൾ ഇന്നിവിടെ ഈ പാർക്കൊക്കെ കണ്ട് നമ്മളിങ്ങനെ നടന്നുകൊണ്ടിരിക്കണം. നല്ല വ്യൂസും അപ്പുറത്തുപുറത്ത് ആൾക്കാരൊക്കെ നടക്കുന്നത്, ഫാമിലി നടന്നു പോണത്, അതൊക്കെ കാണാം. ചെറിയൊരു നനവുണ്ട്, ഒരു നനഞ്ഞ് നിൽക്കുന്ന ഒരു മഴ പെയ്തു നമ്മളൊക്കെ വരുന്നതിനാൾ മുന്നേ. പിന്നെ അത്യാവശ്യം നല്ല കിടിലൻ ടെമ്പറേച്ചറാണ്, നല്ല അറ്റ്മോസ്ഫിയറുമാണ്. അത് കാരണം വലിയ വേർക്കൽ കാര്യങ്ങളൊന്നുമില്ല. ദിസ് ഈസ് ദ ഫേമസ് ബക്കിംഗ്ഹാം പാലസ് ലണ്ടനിലെ. ഇവിടുത്തെ രാജാവിൻ്റെ ഒരു ചെറിയ രാജകൊട്ടാരം. അങ്ങനെ നമ്മൾ അവിടെ കുറച്ച് നേരം ചുറ്റിക്കറങ്ങി ഓരോന്നൊക്കെ കണ്ട്, കുറേ സ്റ്റാച്യു കാര്യങ്ങളൊക്കെ, പിന്നെ ബക്കിംഗ്ഹാം പാലസും അതൊക്കെ കണ്ട് ഇങ്ങനെ ആസ്വദിച്ച് നിൽക്കുകയായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് നമ്മൾ നേരെ തിരിച്ച് പോവാൻ പാർക്ക് വഴി തന്നെയാണ് പോണ വഴിക്ക് ഈ ഫാമിലീനെ കണ്ടപ്പോൾ ഞാൻ ഒന്ന് ക്യാപ്ചർ ചെയ്തത്. നല്ല രസമുണ്ടായിരുന്നു അവരെ കാണാൻ. എല്ലാവരും ഒരേപോലെ ഡ്രസ്സ് ഇട്ടിട്ട്, പിന്നെ പിള്ളേരൊക്കെ കൂടിയിട്ട് ഒരു വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷനൊക്കെ ആയിരുന്നു. ഓരോ വ്യൂസും നല്ല രസമാണ്, നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. ഫാമിലീസ് ഇങ്ങനെ നടന്നു പോവുക, ഒരാളിരുന്ന് ബുക്ക് വായിക്കുക, അങ്ങനെയൊക്കെ. ഇത് നമ്മൾ സബ്വേയിൽ പോകുമ്പോൾ തന്നെ കണ്ടതാട്ടോ. നല്ല രസമുള്ളൊരു ഇതായിരുന്നു. നമ്മൾ വീഡിയോസിലൊക്കെ അല്ലേ കണ്ടിട്ടുള്ളൂ, ആദ്യമായിട്ട് നേരിട്ട് ഇങ്ങനെ കാണണേ. ഇങ്ങനെ സബ്വേയിൽ അവരിങ്ങനെ മാന്യമായി അവരിങ്ങനെ വായിക്കുന്നു. ആൾക്കാർ പൈസ വേണമെങ്കിൽ ഇട്ട് കൊടുക്കും. അങ്ങനെ നമ്മളിപ്പോൾ ലണ്ടൻ എത്തി. ഇതാണ് ലണ്ടൻ്റെ സ്റ്റോപ്പ്. മെട്രോയിൽ പോയി ലണ്ടൻ്റെ സ്റ്റോപ്പാണിത്. നമ്മൾ ലണ്ടൻ എത്തി. ഇപ്പോൾ നമ്മൾ നേരെ ലണ്ടൻ ബ്രിഡ്ജ് കാണാൻ വേണ്ടിയിട്ടാണ് ഈ പോയിക്കൊണ്ടിരിക്കുന്നത്. അത്യാവശ്യം നല്ല തണുപ്പുണ്ട് ഇവിടെ, എന്നാലും സ്റ്റിൽ ഇറ്റ്സ് ഓക്കെ, മാനേജബിളാണ്. അങ്ങനെ കുറേ കേട്ടിട്ടുള്ളൂ, കുറേ കേട്ടിട്ടുണ്ട്. ലണ്ടൻ കണ്ടു. നൈസ് ഫീലിംഗ്. അത്യാവശ്യം നല്ല തണുപ്പും അങ്ങനെ.
Bye. Sarang. Baby, that is London Bridge. Hi bolo. Hi. Hi. हिंदी थोड़ा थोड़ा मान ഹിന്ദി വ്ളോഗ് അല്ലേ അത്? हाई बोलो വെറുതെ मैं तमिल सुनता ഞാൻ തമിഴിൽ சொல்றா. അമ്പോ ഒരു ബിൽഡിങ്ങിന് ഓരോ ഷേപ്പ്. ഈ ബിൽഡിങ്ങിന് ഇങ്ങനെ ഒരു ഷേപ്പ്, ഈ ബിൽഡിങ്ങിന് അങ്ങനെ ഷേപ്പ് ട്രയാങ്കിള് പോലെ അല്ലേ മുകളില്. സത്യല്ലേ, ഓരോ ബിൽഡിങ്ങിന് ഓരോ ഷേപ്പ്. എന്ത് രസം അറിയോ? അവിടെ നല്ല രസമായിരുന്നു മൊത്തത്തിൽ വേറെ വേറെ കൺട്രീസിൽ നിന്ന് വന്ന ആൾക്കാരും ആകെ മിക്സ്ഡ് ആയിരുന്നു. അവിടെ ഫുൾ വേൾഡ് ഉണ്ടായിരുന്നു ആക്ച്വലി പറയുകയാണെങ്കിൽ. ഗായ്സ്, ഊബർ ബോട്ട് ഒരു മുട്ട നിൽക്കണ്ട അവിടെ. നോക്കാം മുട്ട നിൽക്കണത്. കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ സൺസെറ്റ് സമയത്ത് ആ ഒരു വെളിച്ചുണ്ടല്ലോ അത് വന്നപ്പോൾ എന്ത് രസമായിരുന്നു അറിയോ? ആ ബ്രിഡ്ജ് കാണാനും ആ ഏരിയ മൊത്തത്തിൽ കാണാൻ നല്ല രസമായിരുന്നു ആ വെയിലൊക്കെ വന്നപ്പോൾ. കുറച്ച് കഴിഞ്ഞ് ഞങ്ങൾ നടന്ന് അങ്ങോട്ട് പോയി ലണ്ടൻ ബ്രിഡ്ജിൻ്റെ മുകളിലേക്ക് കയറി. അവിടെ ഒരു പടിയുണ്ട്, അവിടെ അത് കൂടെ ഇങ്ങനെ നമുക്ക് മുകളിലേക്ക് കയറാം. അങ്ങനെ ഇങ്ങനെ നിൽക്കുമ്പോഴാണ് ആകാശത്തേക്ക് നോക്കിയപ്പോൾ ദേ അവിടെ ഒരു റോക്കറ്റ്. അപ്പം ഇങ്ങനെ ഇങ്ങോട്ട് തിരിഞ്ഞപ്പോൾ അതേ അവിടെ ഒരു റോക്കറ്റ്. എല്ലായിടത്തും അവിടെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് എനിക്ക് തോന്നുന്നു മെയിൻ ഒരു ഏരിയ ആയതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പ്ലെയിനും റോക്കറ്റും ഹെലികോപ്റ്ററും എല്ലാം പോവും. നല്ല എല്ലാ വണ്ടികളും ഉണ്ടായിരുന്നു അവിടെ. അങ്ങനെ അതിങ്ങനെ നമ്മൾ ബ്രിഡ്ജിൻ്റെ അടിയിലേക്ക് ഇറങ്ങി. അപ്പോൾ ഇവിടെ ഒരു ചേച്ചി നിന്നിട്ട് ഇങ്ങനെ മറ്റേ കടലയിൽ ചോക്ലേറ്റ് കടല, അതുപോലെ ചോക്ലേറ്റ് കാരമൽ കടല ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ കൊടുക്കുന്നുണ്ട്. അവരിങ്ങനെ പീനട്ട്സ്, കാരമൽ പീനട്ട്സ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ഒരു പേപ്പർ ഗ്ലാസ്സിൽ ഇങ്ങനെ നിറച്ചിട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഒരു ചേട്ടൻ ഉണ്ടായിരുന്നു, സെക്യൂരിറ്റി. ആളിങ്ങനെ ഫുള്ള് നല്ല രസമായിരുന്നു ആൾ പറയണ കേൾക്കാൻ. അപ്പ് സ്റ്റേഴ്സ് ടു ദ ബ്രിഡ്ജ് എന്നൊക്കെ പറഞ്ഞിട്ട് ആൾ ഭയങ്കര വൈബായിരുന്നു ആൾ പറയണ കേൾക്കാൻ. ആൾ ചെയ്യണ ജോലിയിൽ ഭയങ്കര ആത്മാർത്ഥത എനിക്ക് തോന്നി. അതാണ് ഞാൻ ജസ്റ്റ് ഷൂട്ട് ചെയ്തത്. അപ്പം നമ്മൾ ആളുടെ അടുത്ത് പോയിട്ട് വഴിയും ചോദിച്ചു. അപ്പോൾ നമ്മൾ വഴി ചോദിച്ചത് ഒരു ഫുഡിൻ്റെ സ്പോട്ടിലേക്കാണ് വഴി ചോദിച്ചത്. അപ്പോൾ അത് എനിക്കറിയില്ല, ആശേച്ചിക്ക് അറിയാം. അപ്പോൾ ആശേച്ചി നമ്മളെ ഒരു ഫുഡിൻ്റെ സ്പോട്ടിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ആളുടെ അടുത്ത് വഴി ചോദിച്ച് നമ്മൾ ബ്രിഡ്ജിൽ നിന്ന് ഇറങ്ങി. അതായത് ഒരു സ്ഥലത്ത് നിന്ന് കയറി ഓപ്പോസിറ്റ് സൈഡിൽ പോയിട്ട് ഇറങ്ങി. ഈ വ്യൂ കണ്ടോ? നല്ല രസമുണ്ടായിരുന്നു. ഞാനിത് ഫോട്ടോയൊക്കെ എടുത്തിട്ടുണ്ട്. നല്ല രസമുണ്ടായിരുന്നു ഇത് സെറ്റപ്പാക്കി വെച്ചതൊക്കെ. അങ്ങനെ നമ്മൾ അവിടുത്തെ ഒരു ഫേമസ് ഫുഡ് അത് കഴിക്കാൻ വേണ്ടി പോയി. അപ്പോൾ എല്ലാവരും ഉണ്ടായിരുന്നു. നമ്മൾ അങ്ങനെ ആശിച്ച് അവിടെ എത്തി. നമുക്ക് എല്ലാവർക്കും വേണ്ടി ഓർഡർ ചെയ്യാൻ തുടങ്ങി. നമ്മളെല്ലാവരും കൂടി അവിടെ വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് പിന്നെ നമ്മൾ തിരിച്ച് മെട്രോയിൽ എഗെയിൻ കയറി ഒരു 5 മിനിറ്റ് റെസ്റ്റ് ചെയ്തിട്ട് നമ്മൾ പോയി ലണ്ടൻ ബെൽ കാണാൻ പോയി. ബിഗ് ബെൽ, അത് ലണ്ടൻ പാർലമെൻറ്റ്. ഞങ്ങളങ്ങനെ ലണ്ടൻ ബെൽ അതൊക്കെ കണ്ടു. ബിഗ് ബെൽ അത് കണ്ട് നമ്മൾ വഴിയോരത്തു കൂടെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ലെഫ്റ്റ് സൈഡിലാണ് ലണ്ടൻ ഐ. നിങ്ങൾക്ക് ആ വട്ടത്തിൽ കാണാനുള്ളത്. യെസ്, ദിസ് ഈസ് ദ ലണ്ടൻ ഐ. ഓക്കെ, ദ ഫേമസ് ലണ്ടൻ ഐ. അതിൻ്റെ മുന്നിൽ നിന്ന് ഞാൻ 2-3 ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ട്. അങ്ങനെ പോണ വഴിക്ക് നമ്മൾ നേരത്തെ പറഞ്ഞ കാരമലൈസ്ഡ് പീനട്ട്സ് അത് മേടിച്ചിട്ട് പോയി. പിന്നെ കുറച്ച് ആൾക്കാർ സ്പീക്കറും അവിടെ വിൽക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിലത്തെ പാട്ട് വെച്ചിട്ട് നമ്മൾ ഫുൾ അതൊന്ന് വൈബായിരുന്നു. ലിജൂസ് കറിയ ഫുൾ വൈബായിരുന്നു. ഒരാൾ മുന്നിൽ പോണ്ട്, വൈഷ്ണാട്ടൻ തുള്ളിയെ പോകണ്ടായിരുന്നു അവിടെ മൊത്തം. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് നടന്ന് ലണ്ടൻ അതിൻ്റെ അവിടേക്ക് പോയിക്കൊണ്ടിരിക്കുക നടന്നു. യെസ്, വഴിയോരത്ത് കുറേ ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ ഇങ്ങനെ മേടിക്കാണ്ട് കേട്ടോ. അപ്പോൾ ഈ ബിഗ് ബെല്ലൊരു സംഭവമുണ്ട്. ഈ 8 മണി ആയി കഴിഞ്ഞാൽ 7 മണി ആയി കഴിഞ്ഞാൽ കറക്റ്റ് 8 മണിയാണെങ്കിൽ 8 ബെല്ല്, 7 മണിയാണെങ്കിൽ 7 ബെല്ല്. ഇപ്പോൾ എല്ലാവരും അവിടെ നിന്ന് എണ്ണുക. അതാണ് ഇപ്പോൾ ഈ കാണുന്ന വീഡിയോ. ദിസ് ഈസ് ദ ലണ്ടൻ ഐ.
നമ്മളങ്ങനെ അവിടെ കുറച്ച് നേരം ഇങ്ങനെ നിന്ന് സംസാരിച്ച് കുറച്ച് നേരം ലണ്ടൻ സിറ്റിയൊക്കെ ഇങ്ങനെ നോക്കി നിന്ന് നൈറ്റ് വ്യൂ ഒക്കെ നോക്കി ഇങ്ങനെ നിന്ന് നമ്മളെല്ലാവരും എൻജോയ് ചെയ്തു ഒരുപാട് അന്നത്തെ ദിവസം. അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ചു പോയേ വീട്ടിലേക്ക്. വീട്ടിലെത്തിയിട്ട് ആഘോഷം കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഞങ്ങളെല്ലാവരും ഡാൻസൊക്കെ കളിച്ചിട്ട് പിന്നെ വയ്യാണ്ടേ കിടന്നുറങ്ങി.